എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഉമാദേവി. ഞാനൊരു സംഗീത അധ്യാപികയാണ്. എല്ലാവർക്കും എൻ്റെ ചാനൽ ഉമ മഹേശ്വരത്തിലേക്ക് സ്വാഗതം. ശരണാഗതന്മാർക്കിഷ്ട വരദാനം ചെയ്തു ചെമ്മേ ശരണാഗതന്മാർക്കിഷ്ട വരദാനം ചെയ്തു ചെമ്മേ ഗുരുവായൂരം തന്നിൽ ഗുരുവായൂരമോ തന്നിൽ മരുമകില ദുരിത ഹരണ ഭഗവൻ ഗുരുവായൂരമോ തന്നിൽ മരുമകില ദുരിത ഹരണ ഭഗവൻ കരുണ സേവാനന്ദു താമസം കൃഷ്ണ കഴലീന കൈ തൊഴുന്നേ ഹരേ ഗുരുവായൂരപ്പ, നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ഇന്ന് ഞാൻ ഹരിനാമ കീർത്തനത്തിൻ്റെ 23-ാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവുമായിട്ടാണ് വന്നിരിക്കുന്നത്. നൂകാരമാദി മുതലായിട്ടു ഞാനുമിതാ കൈകൂപ്പി വീണുടനിരക്കുന്നു നാഥനോട് ഏകാന്ത ഭക്തി അഹമേ വന്നുദിപ്പതിന് വൈകുന്നതെന്ത് ഹരി നാരായണായ നമ. ഇവിടെ നൂ എന്ന അക്ഷരത്തിന് ഇഷ്ടദേവതാ നാമത്തിൽ ആരംഭിച്ച് ജപസാധന അഭ്യസിച്ചുകൊണ്ട് ഇവിടെ ഞാൻ എൻ്റെ ഇഷ്ടദേവനെ തൊഴുത് നമസ്കരിച്ച് അപേക്ഷിക്കുന്നു. എവിടെയും ഒരേ ഈശ്വരനെ തന്നെ കണ്ട് ആനന്ദിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഭക്തി ഉള്ളിൽ നിറയുന്നതിന് എന്താണിത്ര താമസം? ഹരിനാരായണനായിക്കൊണ്ട് നമസ്കാരം. ഇതാണ് ഈ വരികളുടെ അർത്ഥം. ഏകാന്ത ഭക്തിയെക്കുറിച്ചാണ് ആചാര്യൻ പറയുന്നത്. നാമജപ സാധനയിൽ കൂടി നേടേണ്ട ഒരു ലക്ഷ്യമാണ് ഏകാന്ത ഭക്തി. പരബ്രഹ്മസ്വരൂപനായ ഭഗവാന് കോടിക്കണക്കിന് നാമങ്ങളുണ്ട്. അതിലേത് ഏത് നാമം വേണമെങ്കിലും നമുക്ക് ഈ നാമജപ സാധനയിലേക്ക് സ്വീകരിക്കാമെന്ന് പറയുന്നുണ്ട്. ഇവിടെ ആചാര്യൻ നൂകാരമാദി എന്ന് പറയുമ്പോൾ പറയുന്നത് നൂ എന്ന നാമത്തിന് ദേവി എന്നും ശിവനെന്നും അർത്ഥമാകാം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ആ അക്ഷരത്തിൽ ആ ശ്ലോകം തുടങ്ങിയിരിക്കുന്നത്. പിന്നെ ഇഷ്ടദേവതയുടെ ഏത് നാമവും ചൊല്ലി ജപം ആരംഭിക്കാം. നമുക്ക് ഇഷ്ടദേവതയുണ്ടാവും. ഇവിടെ നമ്മൾ പറയുന്നുണ്ട്, നമുക്ക് കർമ്മവാസനയാൽ നമുക്ക് അടുത്ത ജന്മം കിട്ടുമ്പോൾ, മനുഷ്യജന്മം കിട്ടുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു ഇഷ്ടദേവത ഉണ്ടായിരിക്കും. ഓരോരുത്തർക്കും അവരവരുടേതായ ഇഷ്ടദേവത ഉണ്ടായിരിക്കും. ഈ ഇഷ്ടദേവതയാണ് നമുക്ക് എന്തിന് സാധിക്കുന്നത്? ഈ ജീവിത കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ട്, അതായത് അവിദ്യയായ മായയിൽ നിന്നൊക്കെ നമ്മൾ മാറി നമ്മുടെ മനസ്സ് വൈരാഗ്യ രൂപത്തിലാണ്. കാരണം ഒറ്റ വികാരങ്ങൾക്കും താനെന്ന ഒരു ഇതുപോലും നമ്മളിലും ഉണ്ടാവാൻ പാടില്ല. ആ തരത്തിൽ വേണം നമ്മൾ നമ്മുടെ മനസ്സിനെ, ചിത്തത്തെ ഏകീകരിച്ച് കൊണ്ടുവരാൻ. അങ്ങനെ ഏകീകരിച്ച് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾക്ക് ഒരു ചിതറി പോവാതെ നമ്മുടെ മനസ്സ് പല 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 നാമങ്ങൾ പറഞ്ഞ് ആ നാമങ്ങളൊക്കെ നമുക്ക് നാമജപ സാധനയ്ക്കായിട്ടും ഭക്തി വർദ്ധിപ്പിക്കാനും വേണ്ടിയാണ് നമ്മൾ കൃഷ്ണൻ, സുബ്രഹ്മണ്യൻ, ശിവൻ, ദേവി, അതുപോലെ തന്നെ നമ്മുടെ അയ്യപ്പൻ, ഇങ്ങനെ ഒരുപാട് ദേവതകൾ നമുക്കുണ്ട്. ഈ ദേവതകളെല്ലാം നമ്മളെല്ലാ കാര്യങ്ങൾക്കും വേണ്ടി, അതായത് നമ്മൾ മായാ ജീവിതത്തിൽ പെടുമ്പോൾ നമ്മുടെ താപത്രയം, നമ്മുടെ ജീവിത ദുഃഖങ്ങൾ പരിഹരിക്കാനായിട്ട് നമ്മൾ ഈശ്വരന്മാരെ ഓരോരോ സമയത്ത് ഓരോ ഈശ്വരന്മാരെ കൊണ്ട് നമ്മുടെ ഓരോരോ ജീവിത കാര്യങ്ങൾ നേടാൻ വേണ്ടി നമ്മൾ ജപിക്കാറുണ്ട്. അത് നമ്മുടെ ജീവിത വൃത്തി, അതായത് നമ്മൾ കർമ്മബദ്ധരായി ഇവിടെ വന്ന് ഈ മായയിൽപ്പെട്ട് നമ്മൾ ഓരോരോ കർമ്മങ്ങൾ സത്യമാണെന്ന് വിചാരിച്ചും കൊണ്ടാണ് നമ്മളിത് നിലനിർത്താൻ വേണ്ടി നമുക്ക് അത് വേണം, ഇത് വേണം, മറ്റത് വേണം, ഇങ്ങനെ ഓരോരോ ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടായി നമ്മളത് നേടുന്നതിന് വേണ്ടി
ഏതൊക്കെ ദേവതകളെയാണ് നമ്മൾ ആഗ്രഹിച്ചാലാണ് നമുക്ക് അതൊക്കെ കിട്ടും എന്നുള്ള ചിന്തയിലാണ് നമ്മൾ ഈ മമതാബന്ധവും നമ്മുടെ ഈ മായാവിദ്യ എന്ന മായ, അത് നമ്മുടെ വിചാരം ശരിയാണ്, അതിൽ ഒരു മാറ്റമില്ല, ഇതൊക്കെ നമുക്ക് എന്നും നിലനിൽക്കും എന്നുള്ളൊരു ചിന്ത കൊണ്ടാണ് നമ്മൾ ആ ഒരു തരത്തിലൊക്കെ നമ്മുടെ ജീവിത അഭിവൃദ്ധിക്കായിട്ട് നമ്മൾ പോകുന്നത്. പക്ഷേ ഇവിടെ ഏകാന്ത ഭക്തി എന്ന് പറയുന്നത് നമ്മളാകുന്ന നമ്മുടെ ആത്മതത്വത്തെ അറിയുന്നതിന് അതിനുവേണ്ടി ശ്രമിച്ച് നമ്മുടെ നാമജപത്തിലൂടെയും നാമസാധനയിലൂടെയും കയറി വരുമ്പോൾ നമുക്ക് ഏകാന്ത ഭക്തി ഉണ്ടാവണം. ഏകാന്ത ഭക്തി ഉണ്ടാകുമ്പോൾ ഒന്നിൽ തന്നെ ശ്രദ്ധ. ഒരു ഉദാഹരണം നമ്മൾ പറയും, ഒരു പ്രേമം എന്ന് പറയുമ്പോൾ നമ്മുടെ മായ, ഈ ലോകത്തെ കാര്യം പറയാം, അത് ഈശ്വര സങ്കല്പമല്ല. അപ്പോൾ ഒരാളെ പ്രേമിക്കുന്നു, സത്യസന്ധമായ പ്രേമമാണെങ്കിൽ ഒരൊറ്റ വിചാരമുള്ളൂ, വെള്ളം പോലും കുടിക്കണമെന്ന് തോന്നില്ല, ആ ആളെ കാണണം, അവരോട് സംസാരിക്കണം, എപ്പോഴും അവരുമായിട്ട് ഈ ആത്മാവാണ്. നമ്മൾ ഈ ശരീരങ്ങൾ തമ്മിൽ കാണുന്നില്ലല്ലോ, ഈ ആത്മാവ് മാറി മാറി ഇരിക്കുമ്പോൾ രണ്ടും കൂടെ എപ്പോഴും കാണണം എന്നുള്ള ആ ഒരേ ചിന്ത വരുമ്പോൾ നമുക്ക് കാണണമെന്നും സംസാരിക്കണമെന്നും താതാത്മ്യപ്പെടണമെന്നൊക്കെ നമുക്ക് തോന്നില്ലേ. അതേ സ്വഭാവ ഇതാണ് നമ്മളിവിടെ ഭഗവാൻ കൃഷ്ണൻ പറയുന്നത്, പ്രേമഭക്തി. ഭഗവാനോട് പ്രേമഭക്തി മറ്റുള്ള എല്ലാ ഇതിൽ നിന്നും അധികമായി മുൻഗണന ആർക്കാണ്? ഭഗവാന്. ആ ഭഗവാന്റെ ആ സ്നേഹമാകുന്ന പ്രേമഭക്തിയിലായാൽ മാത്രമേ നമുക്ക് ഒരേ വിചാരമുണ്ട്. അപ്പോൾ ഇഷ്ടദേവത സങ്കല്പം എന്ന് പറയുന്നത് ഇതാണ്. അതായത് ദേവിയാണ് നമ്മൾ ആരാധിക്കുന്നെങ്കിൽ ദേവിയെ തന്നെ സ്മരിക്കുക. ആ ഒരൊറ്റ രൂപത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഏകാഗ്രപ്പെട്ട് മേളിൽ കയറി പോകാൻ പറ്റുള്ളൂ, നമ്മുടെ ഉദ്ദേശ ലക്ഷ്യത്തിന് പോകാൻ പറ്റുമോ. പല 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 നാമങ്ങൾ നമ്മുടെ ഉള്ളിലാകുമ്പോൾ ഇതിങ്ങനെയുള്ള ഒരു ഇതുണ്ടാവും, അത് പാടില്ല. അപ്പോൾ ഏകാന്ത ഭക്തി ഉണ്ടാവണമെങ്കിൽ എന്തുണ്ടാവണം? നമ്മുടെ മായ ആ മിഥ്യയാണെന്നുള്ള സത്യം നമ്മൾ ഉൾക്കൊള്ളണം. അത് ഉൾക്കൊള്ളണമെങ്കിൽ ഒരുപാട് സമയം പിടിക്കും. ഈ സമയം പിടിക്കണമെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് അതിജീവിക്കാൻ വേണ്ടിയുള്ള നാമജപങ്ങളും സാധനങ്ങളും ഒക്കെ ചെയ്ത് ഒന്ന് നമ്മൾ അതിലേക്ക് പോയി നമ്മുടെ മനസ്സ് അവിടെ എത്തുമ്പോൾ മാത്രമാണ് നമ്മൾ ഇത് മറക്കുന്നത്. അവിദ്യ എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. യഥാർത്ഥം ഇതല്ലെന്നും യഥാർത്ഥം മറ്റൊന്നാണ്, അത് പരബ്രഹ്മമാകുന്ന ആ ഈശ്വര സാക്ഷാത്കാരമാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾക്ക് ആ ചിന്തയിലേക്ക് പോകാൻ കഴിയുള്ളൂ. അതുവരെ നമ്മൾ ഈ മായയിൽപ്പെട്ട് കറങ്ങുന്ന നമ്മൾ കൃത്യമായി നമ്മുടെ മനസ്സിനെ ഏകീകരിച്ച് നമ്മുടെ ഇഷ്ടദൈവത്തെ നമുക്ക് ഉൾക്കൊണ്ട് എല്ലാം ഒന്നായി കാണാൻ, അത് ഭഗവാൻ ഉദാഹരണങ്ങൾ പറയുന്നു ഭഗവത്ഗീതയിൽ, എല്ലാം കൃഷ്ണമയമാണെന്ന്, അതായത് നീ തന്നെയാണ് മറ്റുള്ള എല്ലാം എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. മനസ്സിലായില്ല? അപ്പോൾ നമ്മൾ ഇരിക്കുന്നത് കൃഷ്ണനാണ്, ആ കൃഷ്ണനാണ് ചുറ്റുവട്ടം കാണുന്നതെന്ന്, നമ്മുടെ ഈ പ്രപഞ്ചമാകുന്നതെല്ലാം ആ കൃഷ്ണമയമാണെന്നുള്ള ഒറ്റ ആ ചിന്ത പറഞ്ഞാൽ അതിന് ഒരുപാട് നമുക്ക് ജപവും സാധനയും എല്ലാം ഒരുപാട് നമ്മൾ ഇതിലോട്ട് ഇതാവണം. അപ്പോൾ അല്ലാതെ സാധാരണ ചുമ്മാ ഇരിക്കുന്നവർക്ക് പെട്ടെന്നൊന്നും ഇതൊന്നും നേടിയെടുക്കാൻ പറ്റും. ഇതിനൊക്കെ ഒരു വൈരാഗ്യം എന്ന് വെച്ചാൽ ഈ വിരാഗത, ഇതിലുള്ള നമ്മുടെ മുമ്പിൽ കാണുന്നതിനോടൊക്കെ ഉള്ള ഒരു ഇഷ്ടമില്ലായ്മ, അല്ലെങ്കിൽ ഒരു താല്പര്യമില്ലായ്മ, അങ്ങനെ അത് വരണമെങ്കിൽ നാമജപ സാധനയാണ്. ഈ നാമജപ സാധനയിലൂടെ ഏകാന്ത ഭക്തി വരുത്തിക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ ആചാര്യൻ നമ്മളോട് പറയുന്നത്. അതായത് ബ്രഹ്മപ്രതീകമായി ഇഷ്ടദേവനെ അംഗീകരിക്കണം. ആ പരബ്രഹ്മ സ്വരൂപം നമ്മൾ വിചാരിക്കുന്ന ആളാണ്. അതായത് കൃഷ്ണനാണെങ്കിൽ കൃഷ്ണൻ, ദേവിയാണെങ്കിൽ ദേവി, ശിവനാണെങ്കിൽ ശിവൻ. അപ്പോൾ നമ്മൾ കൃഷ്ണനെയാണ് ആരാധിക്കുന്നതെങ്കിൽ നമ്മൾ എന്താണ്? ആ പുരുഷനായ ആ പരമ ഭഗവാനായ ആ കൃഷ്ണനോട് നമ്മുടെ എല്ലാം നമ്മൾ അങ്ങോട്ട് സമർപ്പിക്കണം. അങ്ങനെ ഭഗവാനെ ആദ്യം സ്നേഹിക്കണം. നമ്മൾ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? കാണണം അനുഭവിക്കണം എന്ന് തോന്നും. ആ അനുഭവ അവസ്ഥയാണ് നമ്മളെ തന്നെ ഒന്നിൽ നിന്ന് കൊണ്ടെത്തിക്കും. ഇവിടെ നമ്മുടെ ശ്രീരാമകൃഷ്ണ സ്വാമി പറയുന്നുണ്ട് വചനാമൃതത്തിൽ, ഏത് റൂട്ടിൽ കൂടി പോയാലും നമ്മൾ കോണിപ്പടിയിലൂടെ ആണെങ്കിലും കയറ് കെട്ടി വലിച്ചിട്ട് ആണെങ്കിലും സ്റ്റെപ്പിൽ കൂടെ കയറിയാണെങ്കിലും നമ്മൾ എത്തേണ്ടത് എവിടെയാണ്? ടെറസിലാണെന്ന് പറയുന്നു. ആ ടെറസാണ് അതിൻ്റെ അവസാന ഘട്ടം. അതുപോലെയാണ് ഇവിടെ പറയുന്നത്, നമ്മൾ ആരെയാണോ ഒക്കെ ആരാധിച്ച് വന്നാലും അവസാനം നമ്മൾ ഒന്നിൽ പിടിക്കണം. ഒരൊറ്റ ഏകാഗ്രമായ ഏകാന്ത ഭക്തിയാണ് ഇവിടെ കുറിച്ച് പറഞ്ഞത്. ഈ ഏകാന്ത ഭക്തി സാധാ ഭക്തി അല്ല. അതായത് നമ്മുടെ ഈ പ്രപഞ്ചം മിഥ്യയാണെന്ന് മനസ്സിലാകുന്ന തരത്തിലുള്ള നാമജപ സാധനയിലൂടെ മാത്രമേ നമുക്കത് കൈവരിക്കാൻ കഴിയൂ. സാധാരണ എല്ലാവർക്കും അത് കൈവരിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ആ തരത്തിലുള്ള ഇഷ്ടദേവൻ്റെ രൂപത്തെ പരബ്രഹ്മമായിട്ട് കണ്ടു വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ജഗത്ത് മുഴുവൻ ഇഷ്ടദേവൻ്റെ രൂപമാണെന്ന്. അത് ആർക്ക് അവരവരുടെ ഇഷ്ടദേവത, അതായത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടദേവതയായിരിക്കും. കൃഷ്ണനാവാം, സുബ്രഹ്മണ്യനാവാം, ശിവനാവാം, അയ്യപ്പനാവാം, അല്ലെങ്കിൽ ദേവിയാവാം. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടദേവതമാരും ഉണ്ടായി. തീർച്ചയായിട്ടും ഓരോ മനുഷ്യർക്കും അത്
പറഞ്ഞിട്ടുണ്ട്. കാരണം കർമ്മവാസനയിൽ നമ്മൾ അടുത്ത ജന്മം എന്താണ്, ഈ മനുഷ്യ ജന്മത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യേണ്ടി എന്ന് നമുക്ക് കർമ്മം തന്നിട്ടുണ്ട്. അവിടെ നമ്മൾ ഈ തരത്തിലുള്ളവരാണ് ആ ഉയർന്ന ആ തരത്തിലേക്ക് കയറിപ്പോകുന്നത്. മനസ്സിലായി? അപ്പം ജീവിതം ഈ മിഥ്യ എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾ തെറ്റുകൾ ചെയ്യാതിരിക്കൂ. തെറ്റ് ചെയ്യാതെ മുമ്പത്തെ ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്, നിഷ്കാമ കർമ്മം ചെയ്ത് എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് ആ രീതിയിൽ നമ്മൾ ഉയർന്ന നാമജപ സാധനയിലൂടെ വന്നിട്ട് ഇതെല്ലാം ഒരൊറ്റ ആളായിട്ട് കാണണം. അതായത് ഒരാളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതായത് ഒരു ഇഷ്ടദേവത, അതിലൂടെ മാത്രമേ നമുക്ക് പരബ്രഹ്മ സ്വരൂപമായ പരബ്രഹ്മ സ്വരൂപത്തെ നമുക്ക് ഈ ജീവാത്മാവ് അതുമായിട്ട് താതാത്മ്യം ചെയ്ത് എടുത്തുകൊണ്ടുപോയി നമുക്ക് സാക്ഷാത്കാരം കിട്ടാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ പോകുന്നതെല്ലാം വഴിയിൽ പതറും. ആരെങ്കിലും കണ്ട് നമ്മൾ അനുകരിക്കാൻ നോക്കിയാൽ ഒരിക്കലും നമുക്കത് സാധിക്കില്ല. നമ്മുടെ മനസ്സിൽ നമുക്ക് ഉള്ളിൽ കൊണ്ട് നമ്മുടെ മനസ്സിൽ ഏകാഗ്രതയും പ്രേമവും ഭക്തിയും ഒക്കെ കൂടി വരുന്നത്. അതിന് നമുക്ക് ഏറ്റവും ആരാധിക്കാൻ പറ്റുന്നത് ഈ രണ്ട് കാരണമുണ്ട്. ഒന്ന് പാർവതി പരമേശ്വര സങ്കല്പം, അതും ഭയങ്കരമായ പ്രേമഭക്തിയാണ്, അത് പ്രേമത്തിൻ്റെ അങ്ങേറ്റമാണ്. അതുപോലെ തന്നെയാണ് രാധാ കൃഷ്ണ സങ്കല്പം. ഇതൊക്കെ നമുക്ക് പ്രേമഭക്തിയിലൂടെ ഒരേ വിചാരത്തിലൂടെ, ആ പ്രേമമെന്ന് പറഞ്ഞാൽ അത് എപ്പോഴും നിലനിൽക്കുന്നതാണ്. ആ ഒരു ഭാവം എന്ന് പറയുന്നത്, ആ പ്രേമഭാവത്തിൽ വെച്ച് നമ്മൾ സർവ്വതും വിട്ടിട്ട് അതിനു വേണ്ടി നമ്മൾ പിടിക്കും, ഇല്ലേ? ആ പ്രേമത്തിന് വേണ്ടി, ആ സ്നേഹത്തിന് വേണ്ടി നമ്മൾ പിടിക്കും. അതാണ് ഇവിടെ ഏകാന്ത ഭക്തിക്ക് ഏറ്റവും പ്രധാനം. ഒന്ന് എന്നുള്ള സങ്കല്പം, ഒന്നിൽ തന്നെ നിൽക്കണം. ആ ഒന്നിൽ നിൽക്കുന്ന ആ സമ്പ്രദായത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആചാര്യൻ ഏകാന്ത ഭക്തിയിൽ ഇഷ്ടദേവനെ നമ്മൾ പരബ്രഹ്മ സ്വരൂപമായി കണ്ട് ഈ ജഗത്ത് മുഴുവൻ ഇഷ്ടദേവന്റെ രൂപമായി കണ്ട് ചിത്തം അതിൽ ഏകാഗ്രപ്പെടുത്തണം. ഒന്നായി കണ്ടാൽ, അപ്പോൾ ഈ പ്രകൃതി മൊത്തം നമുക്ക് ഒന്നായി കാണാൻ കഴിയുമോ? നമ്മൾ ഈ സാഹചര്യത്തിൽ നമുക്ക് കഴിയില്ല. അപ്പോൾ അതാണ് നമ്മൾ മുമ്പും പറയുന്നത്, നമ്മൾ ഈ ജന്മം ഇങ്ങനെ പോയി ഇനി കിട്ടുന്ന അടുത്തൊരു ജന്മത്തിലെങ്കിലും നമുക്ക് കുറേ കൂടി പുരോഗമനം ഉണ്ടായി ഈ മിഥ്യ മനസ്സിലാക്കാനുള്ള കൂടുതൽ കഴിവ്. അതല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന സാധനയുടെ ഫലം കൊണ്ട് നമുക്ക് ആ പറയുന്ന ഭാഗ്യം ലഭിക്കുമെങ്കിൽ നമ്മൾ ഭാഗ്യമുള്ളവരാണ്, ഈ ജന്മം പുണ്യമുള്ളവരാണ് എന്ന് മാത്രമേ നമുക്കിതിൽ പറയാൻ പറ്റൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഇഷ്ടദേവത രൂപം കൂടി പിന്നെ ഉപേക്ഷിക്കേണ്ടി വരും. അപ്പോൾ ഇത് ഒറ്റയ്ക്ക് ഒരു രൂപം എടുത്തിട്ട് പിന്നെ അതിനെ നമ്മൾ എന്തെല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടോ മനസ്സിൽ, അതെല്ലാം ഒഴിവാക്കുകയാണ്. സർവ്വതും വിടുമ്പോഴാണ് സമാധി ദിശയാവുന്നത്. സമാധി എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാം വിട്ടിട്ട് ഒരേ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുകയാണ് നമ്മുടെ മനസ്സ്. അതിനെയാണ് ഇവിടെ പറയുന്നത് ഏകാന്ത ഭക്തി എന്ന് ഓരോരോ ഉദാഹരണത്തിലൂടെ ഇവിടെ പറയുന്നത്. ഇഷ്ടദേവതാ രൂപത്തിലായാലും ആത്മരൂപത്തിലായാലും സർവത്ര ഈശ്വരനെ മാത്രമേ കാണാൻ കഴിയുക. അതായത് രൂപമുള്ള നമ്മൾ ആരാധനയും രൂപമില്ലാത്ത ആരാധനയുടെ നമ്മൾ ഒരു രൂപമില്ലാതെ നമ്മൾ മനസ്സിൽ മാത്രം ഇങ്ങനെ ചിന്തിച്ചുണ്ടാക്കുന്ന ഒരു നിർവികാരത. ആ നിർവികാരത എന്നല്ല അതിനെ പറയുന്നത്. നമുക്ക് രൂപമില്ലാത്ത ആരാധനയും രൂപമുള്ള ഭക്തിയും ഉണ്ട്. അതെല്ലാം ഒന്നെന്നുള്ള ആ രീതിയിൽ നമ്മൾ സർവത്ര ഈശ്വരനെ മാത്രം കാണാൻ കഴിയുന്ന മട്ടിലുള്ള ഏകാന്ത ഭക്തി അപ്പോൾ നമുക്ക് സംജാതമാവുകയും ചെയ്യുന്നു. മനുഷ്യനായി ജനിച്ചാൽ ഒരാൾ പരമമായ ലക്ഷ്യം ആക്കേണ്ടത് എന്താണെന്ന് ഭാഗവതത്തിൻ്റെ ആരംഭത്തിൽ ശൗനകാദി മുനിമാർ സൂതനോട് ചോദിക്കുന്നു. സൂതൻ പരമലക്ഷ്യമായി ഈ ഏകാന്ത ഭക്തിയെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ ഏകാന്ത ഭക്തിയെക്കുറിച്ച് ഭാഗവതത്തിലെ ശൗനകാദി മുനിമാർ സൂതനോട് ചോദിക്കുമ്പോൾ സൂതൻ പരമലക്ഷ്യമായി ഈ ഏകാന്ത ഭക്തിയെ ചൂണ്ടിക്കാണിക്കുന്നു. അതിനെക്കുറിച്ച് പറയുന്നതാണ് ഭാഗവതത്തിലാണിത്. സ വൈ പുംസാം പരോധർമ്മോ യഥോ ഭക്തിരദോക്ഷജേ അഹൈതുഹ്യ പ്രതിഹത യയാത്മാ സംപ്രസീദതി. സ വൈ പുംസാം പരോധർമ്മോ യഥോ ഭക്തിരദോക്ഷജേ അഹൈതുഹ്യ പ്രതിഹത യയാത്മാ സംപ്രസീദതി. അതായത് ഭഗവാൻകൾ ഇടതടവില്ലാത്ത നിഷ്കാമ ഭക്തി നേടിത്തരാൻ എന്തിനു കഴിവുണ്ടാകുമോ? അതിന് ഭഗവാൻ ഒരു സമയവും വിടാതെ എല്ലാ സമയവും, അതായത് നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് ആ ജീവവായു അതിലാവുക, അതാണ് അതിൻ്റെ ഉദ്ദേശം. അതാണ് പുരുഷനായി ജനിച്ചാൽ അനുഷ്ഠിക്കേണ്ട പരമധർമ്മം. അതുകൊണ്ട് മാത്രമേ ഹൃദയം പ്രസന്നമാകൂ. നമുക്ക് ഈശ്വര കാര്യങ്ങളും സേവകളും അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് മനസ്സിന് സമാധാനം. നമ്മൾ എന്തൊക്കെ കഷ്ടതകൾ അനുഭവിച്ചിട്ട് നമ്മളിന്ന് ഭഗവാന്റെ മുമ്പിൽ ചെന്ന് 2 പ്രാവശ്യം 2 നാമം പറഞ്ഞിട്ട് നമ്മുടെ ദുഃഖങ്ങളെല്ലാം അകറ്റണേ എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആത്മസംതൃപ്തി അത് നമുക്ക് വേറെ ഒന്നിൽ നിന്നും കിട്ടില്ല. അതാണ് അവസാനത്തെ ഇതെന്ന് പറയുന്നത് ഇത് തന്നെയാണ്.
ഈ ആത്മാവിന് അവസാനം സമാധാനവും ശാന്തിയും കിട്ടേണ്ടത് ആ പരബ്രഹ്മത്തിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഇവിടെ പറയുന്നത്. അതാണ് ഒരു മനുഷ്യൻ്റെ ധർമ്മം. നമ്മുടെ ഏറ്റവും പരമധർമ്മം നമ്മുടെ ഈ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ഈ ജന്മം ഇത് എവിടുന്നാണ്, അത് എവിടെയാണ് എത്തേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പരമമായിട്ട് അനുഷ്ഠിക്കേണ്ട കർമ്മം എന്നാണ് ഇവിടെ ഭാഗവതത്തിലൂടെ പറയുന്നത്. പരമപ്രേമം ഭാവാങ്കൽ ഉറപ്പിക്കുന്നതാണ് ഭക്തി. നമ്മൾ കൃഷ്ണഭക്തി പറഞ്ഞില്ലേ, പരമശിവൻ ശിവൻ എന്ന് പറയുമ്പോൾ ശിവനോട് പാർവതിക്ക് ശിവനോടുള്ള പ്രേമം, അതൊക്കെ നമ്മൾ ആ കഥകൾ, ഒരുപാട് കഥകളൊക്കെ ഇതിനകത്തുണ്ട്. അതാണ് ശ്രവണം എന്ന് പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഭക്തി നമുക്ക് നമ്മുടെ ഉള്ളിൽ അത് കിടപ്പുണ്ട്. എല്ലാ ഭാവങ്ങളും വികാരങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷേ ഇത് കേൾക്കുമ്പോഴാണ് നമ്മളിൽ നിന്ന് അത് ഉണരുകയുള്ളൂ. അതാണ് ഭഗവാങ്കലുള്ള പ്രേമഭക്തി. ഭഗവാനല്ലാതെ വേറെ ആരും നമുക്കില്ല. ഭഗവാനില്ലാതെ നമുക്ക് വേറൊന്നും ചെയ്യാനും കഴിയില്ല. ഇതെല്ലാം ഭഗവാന്റെയാണ് എന്ന്, ഭഗവാൻ എന്നാണെന്ന്, ഇത് മിഥ്യയാണെന്ന് പഠിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാവണം. അതിനാണ് ഈ നാമസങ്കീർത്തനങ്ങളും ശ്രവണങ്ങളും നാമജപ സാധനങ്ങളും ഒക്കെ വരുന്നത്. അതിൽ കൂടി നേടി അങ്ങനെ എത്തുന്നവരുണ്ട്. അതാണ് നമ്മുടെ പരമധർമ്മം. ഈ മായയിൽ കണ്ട് ഭ്രമിച്ച് ജീവിക്കാനല്ല പറയുന്നത്. നമ്മുടെ പരമ ഉദ്ദേശം എന്താണ്? നമ്മുടെ ജീവനെ പരമാത്മാവുമായിട്ട് കണക്ട് ചെയ്യുക, അതുമായിട്ട് നമ്മൾ മുക്തി നേടുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇതൊക്കെ പറയുന്നത്, അതായത് പരമപ്രേമം ഭഗവാങ്കൽ ഉറപ്പിക്കുന്നതാണ് ഭക്തി എന്ന് നാരദനും ഭക്തിയെ നിർവചിക്കുന്നു. നാരദമുനി ഭക്തന്മാരിൽ തന്നെ ഏകാന്ത ഭക്തന്മാർ മുഖ്യന്മാരാണത്രേ. കാരണം ആ ഏകാന്ത ഭക്തി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു നിസ്സാര കാര്യമല്ല. അത് ഈശ്വരന് തുല്യമായി, അത് ഈശ്വരനെ അറിയാൻ ശ്രമിക്കുന്നില്ല, ഈശ്വരനോട് താതാത്മ്യം ചെയ്യുന്നു എന്നുള്ള ഒരു ലെവലിലെത്തുന്ന ആളുകളാണ് ഏകാന്ത ഭക്തി എന്ന് പറയുന്ന ഭക്തന്മാർ. ഭക്തിസൂത്രം 5-ാം അധ്യായത്തിൽ ആദ്യ സൂത്രത്തിൽ തന്നെ പ്രസ്താവിക്കുന്നത് ഭക്തോ ഏകാന്തിനോ മുഖ്യ. അതാണ് ഭക്തന്മാരാണ്, ഏകാന്ത ഭക്തന്മാർ ഇവിടെ മുഖ്യന്മാരായിട്ട് ഉള്ളതെന്ന് പറയുന്നു. നമ്മൾ ഈ ഭക്തിയെ വർദ്ധിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ ജന്മം വൃഥാവിലായി പോകുന്നു. കാരണം ഒരു ഗുണവും ഇല്ലാതെ പോവുകയാണ്. കാരണം ഒന്നും മനസ്സിലാക്കാതെ ഇവിടെ വന്ന് ഈ മായയെ പ്രകൃതത്തിൽ കഴിഞ്ഞുകൂടി നമ്മൾ വീണ്ടും കർമ്മങ്ങളും നേടി നമ്മുടെ ജന്മത്തെ എന്താക്കുന്നു? പാഴിലാക്കി കളയുന്നു. അത് പാടില്ല. നമ്മുടെ ജന്മ ഉദ്ദേശം ഇതാണെന്ന് നമ്മൾ മനസ്സിലാക്കുമെങ്കിലും ഒരു ജന്മത്തിൽ, ഈ കിട്ടിയ ജന്മത്തിൽ അത് മനസ്സിലാക്കാനെങ്കിലും കഴിയുക എന്നുള്ളതാണ് ഇവിടെ പരമപ്രദമായ ഉദ്ദേശമെന്നും അതിനുവേണ്ടിയാണ് ആചാര്യൻ ഇതിങ്ങനെ പറയുന്നതിന്. എല്ലാത്തിനും ആവശ്യം നമുക്ക് ഈശ്വര പ്രേമമാണ്, ഈശ്വര ആരാധനയാണ്, നാമസങ്കീർത്തനമാണ്, നാമജപമാണ്, ശ്രവണമാണ്, സത്സംഗമാണ്. ഇത് പുസ്തകങ്ങൾ എത്രയും വേദവും ഉപനിഷത്തും ഒക്കെ എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ്? ജീവൻ മുക്തി എന്താണെന്ന് പറഞ്ഞു തരികയാണ്. അതിന് ഓരോ പുസ്തകങ്ങളും ഓരോ ആചാര്യന്മാരും അതിനുവേണ്ടി അത് അനുഭവിച്ചറിഞ്ഞ് സത്യാന്വേഷികളും ഒക്കെയാണ് നമുക്കിത് പറഞ്ഞു തരുന്നത്. അപ്പം നമുക്കൊക്കെ നമ്മൾ ഇതിലോട്ട് ഈ പുസ്തകം നോക്കാനെങ്കിലും, അല്ലെങ്കിൽ അത് നോക്കി നമുക്ക് എന്തെങ്കിലും മനസ്സിലാക്കി എന്തെങ്കിലും പറയാനെങ്കിലും തോന്നുന്നത് തന്നെ ഈ ജന്മത്തിലെ ഒരു വളരെ പുണ്യമായി, ഇത് കേൾക്കുന്നത് തന്നെ മഹാപുണ്യമായും നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതിൽ നിന്ന് വേണം നമുക്ക് ഭക്തി ഉണ്ടാവാൻ. ഇങ്ങനെയൊക്കെ സമ്പ്രദായങ്ങളുണ്ട്. ഈ കാണുന്ന മായയൊന്നും അല്ല യഥാർത്ഥം. അടിപിടി കൂടലും അഹങ്കാരവും വൈരാഗ്യം കാണിക്കലൊന്നും അല്ല. നമ്മുടെ ലക്ഷ്യം നമ്മുടെ ഉള്ളിനകത്തൊരു ബോധസ്വരൂപമുണ്ടെന്നും ആ ബോധസ്വരൂപം ആത്മസ്വരൂപത്വവും പരമാത്മസ്വരൂപമായിട്ട് ലയിക്കേണ്ടതാണെന്നുള്ള സത്യം, ആ പച്ചയായ സത്യം ഓരോ പുരുഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും മനുഷ്യരെ പറയുന്നത്, ഓരോ പുരുഷനും അറിയണമെന്നാണ് ഈ ഭാഗവതത്തിലെ ഈ ശ്ലോകത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഏകാന്ത ഭക്തി ഉണ്ടായില്ലെങ്കിലും നാമജപസാധനയും ഈശ്വരനെ മനസ്സിലാക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്യാനും സ്നേഹവും വാത്സല്യവും കരുണയും മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനും ഒക്കെ ഉള്ള മനസ്സ് നമുക്ക് ഗുരുവായൂരപ്പൻ എല്ലാവർക്കും ഒരുപോലെ കനിഞ്ഞു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ഈ സത്സംഗം നിർത്താം. നന്ദി, നമസ്കാരം. അടുത്ത ആഴ്ച ഞാൻ ഈ അടുത്ത ശ്ലോകവുമായിട്ട് വരുന്നതാണ്. നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ ശ്യാം. നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമഃ. നൂകാരമാദി മുതലായിട്ടു ഞാനുമിത
കൈകൂപ്പി വീണുടനിരക്കുന്നു നാഥനോട് ഏകാന്ത ഭക്തി ആകമേ വന്നുദിപ്പതിനു വൈകുന്നതെന്തു ഹരി നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ